ഒരു ആലിന്റെ ചോട്ടിലാണ് ഇവിടുത്തെ ദേവി ഇരിക്കുന്നത്. ഈ കാണുന്ന പാടത്താണ് പരിപാടി എടുക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും വളരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കുന്നംകുളത്തുണ്ട. കുന്നംകുളം പോർക്കളങ്ങാട് നമ്മുടെ അമ്പലത്തിൽ പേര് വട്രിങ്ങൽക്കാവ് അമ്പലത്തിലെ പൂരണെന്ന്. അപ്പൊ ഞാൻ മേമനോടിക്ക് വന്നേക്കണ്. അപ്പൊ പിള്ളേരുണ്ട്, വൈബ്. ദുദിലപ്പൻ ദൂതിക്കുത്താൻ, ഇവനാണ് എന്റെ ദൂതിക്കുത്താൻ. ഗൈസ്, ഇവിടത്തെ ചങ്കും കരളുമായ ഞങ്ങളുടെ സ്വന്തം ദൂതിക്കുത്തൻ നോക്കതാ. അപ്പൊ ദൂതിക്കുത്തൻ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. ഇന്നപ്പോ പരിപാടികളാണ് കാണാൻ പോണത്. അകത്ത് ഗംഭീര പാചകം. കുഴിമന്തിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് പൂരായിട്ട് ഉണ്ടാക്കിയുള്ളത് അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ കുളിച്ചിട്ടില്ല, രാവിലെ ആയിട്ട് നിൽക്കുകയാണ്. അവരാരും ഒക്കെ കുളിക്കാത്ത കാരണം കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് കട സത്യം ഗൈസ്. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണല്ലേ? അപ്പൊ നമ്മൾ ഇനി അമ്പലത്തിൽ പോയിട്ടാണ് കാണാൻ പോണേ. ഓക്കെ, അത് കഴിഞ്ഞ് പാചകം പരിപാടി തീറ്റ മത്സരം എല്ലാം ഉണ്ട്. അപ്പൊ തകർക്കുന്നല്ലേ? ടോട്ടൽ എത്രയുണ്ട്? 17ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ കാണാം. ഗൈസ്, മൂടി കഴിഞ്ഞു. കുളിക്കാൻ പോണേ. ടാറ്റാ. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, ടാറ്റാ. ഗൈസ്, അപ്പൊ ഞങ്ങൾക്ക് ഇടല റോളിൽ നോക്കിയാൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെ കുറച്ചും ബാക്കിൽ കിടക്കുന്ന വെയിലടിക്കും. യെസ്, ഇതിലിപ്പോ ഞാൻ പറഞ്ഞ നീ കാണാം. അപ്പൊ മാമിയും പിന്നെ വസന്തമായി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോട്ടാ. അപ്പൊ നേരെ അമ്പലത്തിൽ ഗൈസ്. അപ്പോൾ നമ്മൾ പോണ വഴി ഉണ്ടല്ല, കാട്ടിക്കിടുന്നില്ല. ഇതിലിപ്പോ പെട്ട സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു യാത്ര ഞാൻ പോയിട്ടില്ല. കട മാമൊക്കെ ഫുള്ളലമ്പ് കീപ്പിട്ടിക്ക് നോക്കി എടുക്കാൻ പറഞ്ഞിട്ട് ഇല്ല. കാട്ടിക്കിട പോവാ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ? ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അധികം കിട്ടൂല ആൾക്കാർക്ക്. എങ്ങനെ പോണു ഗൈസ്? ലൊക്കേഷൻ അവിടെ എത്തുമ്പോൾ കറക്റ്റല്ലേ? ചുറ്റും കാടണ്ട. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നാണോ പറയാണ്, പക്ഷെ കാടാണത്. കാട്ടിക്കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ പോണത്. കാരണം നമ്മുടെ വഴി കാട്ടിക്കൂടി കേട്ടാ. റോഡൊക്കെ അപ്പുറത്തുകൂടി ഉണ്ട്, പക്ഷെ കുറച്ച് ലോങ്ങിൽ കൂടെ പോകണം. പക്ഷെ നമുക്ക് എടുത്തു കൂടെ പോകാൻ പറ്റിയത് കാട്ടിക്കൂടി അല്ലേ? ഷോർട്ട് കട്ട് ഈസ് കാട്. അപ്പോൾ ഇതൊരു വൈബല്ലേ ഗൈസ്? അത് നോക്കിയേ, ഫുള്ള് കാടട്ടെ. ചെറിയൊരു വഴി, പണ്ടത്തെ മൺവഴികളാണ് ഗൈസ്. ഗൈസ് പറയും അപ്പൂപ്പനടി ഒന്നിങ്ങനെ കറക്റ്റ് എടുത്ത് പിടിക്കും നോട്ടെ. ഇത് ഗൈസ് അപ്പൂപ്പനടിട്ടാ. അപ്പൂപ്പനടി കാണാത്തവർക്ക് വേണ്ടിട്ട് അപ്പൂപ്പനടി കാണിക്കട്ടെ. ഇതുണ്ടാ ചിതൽപുറ്റുകൾ അല്ല ഗൈസ്? കാട്ടുകിട വരുമ്പോ കാണുന്ന ഒരു കാഴ്ചകളാണ് അല്ലേ? എന്നൊക്കെ നല്ല കാടായിട്ടിപ്പോ. മുൾവേലികൾ, കാട്. അടി പണ്ട് ആൾക്കാരിങ്ങനെ അതിരി വെട്ടിപ്പിടിച്ചുള്ള മുൾവേലിയല്ലേ? അത് നമ്മൾ നടന്ന അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിണ്ടേ. ഇതുണ്ട് അമ്പലത്തിൻ്റെ ഒരു കുളം അല്ലേ? ഇപ്പോൾ ഇവിടെ കഥനയും പരിപാടിയൊക്കെ പൊട്ടിക്കലൊക്കെ ഉണ്ട്. ഫുൾ സെറ്റായിരിക്കുന്നു. ഞങ്ങൾ മുണ്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കട്ടാ കഥന പരിപാടി. നോക്കി കിടക്കട്ടെ. തിരികൊളുത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാനൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാട്ടാ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഇല്ലേ, അത് നമുക്ക് ആദ്യം പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. പൊർക്കളങ്ങാട് ശ്രീ വട്ടിൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂരമഹോത്സവമാണെന്ന് അതിഗംഭീരമായി ഭക്തി നിർഭലമായ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും നിറഞ്ഞ സാന്നിധ്യവും സഹായ സഹകരണവും ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ദേവിയുടെ നാമത്തിൽ അറിയിക്കുകയാണ്. ഇനിയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ അവസരത്തിൽ ക്ഷേത്രഭരണസമിതിയുടെയും ദേവിയുടെ അല്പസമയത്തിന് ശേഷം ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടക്കൽപ്പറ ആരംഭിക്കുന്നതായിരിക്കും. തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ക്യൂ പാലിച്ച് സഹകരിക്കണമെന്ന് ദേവിയുടെ നാമത്തിൽ ഒരിക്കൽ കൂടി
ഞാൻ എൻ്റെ പെണ്ണുമ്പളുടെ രാജ്യത്തെ നാട്യങ്ങൾ കുറിച്ച് വെച്ചിരുന്നതാണ് അതുപോലെ കാശ് ഇപ്പൊ നമ്മുടെ ബാക്കിൽ കാണേണ്ട അമ്പലം. അപ്പൊ ഈ അമ്പലം പാടത്താണ് ഇരിക്കുന്നത്. അതായത് ഒരു ആലിന്റെ ചോട്ടിലാണ് ഇവിടുത്തെ ദേവി ഇരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാട്ടാ അല്ലേ? അപ്പൊ ഈ കാണുന്ന പാടത്താണ് പരിപാടി എടുക്കുക. അപ്പൊ ആനേനൊക്കെ അത് അവിടെ ഇങ്ങനെ കെട്ടിയുള്ള കണ്ടില്ലേ ഗൈസ്? ഇവിടെയാണ് ആനേനൊക്കെ നിർത്തട്ടാ. കിടിലിന് വൈബായിരിക്കും ഇവിടുത്തെ പൂരം. അപ്പൊ ഗൈസ് ആ ഭാഗത്ത് നിന്നുണ്ടാ ആനകളൊക്കെ നടന്നു വരാം. ഇപ്പൊ അന്തരീക്ഷം കാണാൻ നല്ല ഇമുണ്ടല്ലേ? ഒരു മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേട്ടോ മൊത്തം അന്തരീക്ഷം നിക്കണേ. അപ്പൊ നമുക്ക് മൊത്തത്തിൽ അമ്പലത്തിൽ പൂരത്തിന് മഴ പെയ്യും, പെയ്യണ്ട ചില പൂരത്തിന് മഴ പെയ്യാറുണ്ട്. ഇപ്പൊ അടുത്തില്ല, ആ മഴ പെയ്യാണ്ടെന്ന് പറയണപ്പോ പാടത്തൊരു പൂരം. ഈ അമ്പലത്തിനെ കുറിച്ച് കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, കുറച്ച് കഥകൾ. അപ്പൊ നമ്മള് ചെയ്യാറുള്ള മാതിരി ഒരു കഥയാക്കിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ചോദിച്ചിട്ട് ഒരു കിട്ടുന്ന സാധനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് എൻട്രി. ഇവിടെ നിന്നാണ് ആനകളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് വരട്ടെ. ഇവിടെ എന്താ രീതിയിലുള്ള ചൈത്രം എന്നുകൊണ്ടുള്ള പോർക്കുളങ്ങാടത്തെ ടീമിൻ്റെ കവാടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഈ മഴയുടെ ഒരു ഫീലുള്ളതുകൊണ്ടേ, മഴയുടെ ഒരു ഫീലുണ്ട്. അന്തരീക്ഷം കാണാൻ ഗംഭീര ഭംഗി, അടിപൊളിയാണ്, നല്ലൊരു രസമുണ്ട് കാണാൻ അല്ലേ? അധികം ചൂടുമില്ല, സൂര്യനെ കാണാനില്ല. അതെ അതെ, അതിപ്പോൾ ഉണ്ടായത് പെട്ടെന്ന് സൂര്യൻ വരികയും ചെയ്യും അല്ലേ? ചെറിയൊരു കാറ്റ് വീശുണ്ട് ഇപ്പൊ. അതെ, നൈസ് കാറ്റും പെടാ പാടവും. ഇതൊരാരും നടന്നു കണ്ടിട്ടാ. എന്നാടി ഹൗ ആർ യു? വായ കുത്തിയല്ലേ? റോള്. അപ്പോൾ ഗൈസ് ഇനി പൂരം തുടങ്ങിയിട്ടുള്ള പരിപാടികൾ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ. കാരണം ഈ വീട്ടില് വേറൊരു ഡൗണിണ്ട്. ഞങ്ങള് 3 പേരിലുണ്ട്, വേറൊരാളുണ്ട്. ആള് ഇവിടെ ഇല്ല, പഠിക്കാൻ പോയിരിക്കണം, എറണാകുളത്താണ്. അപ്പൊ ഡാവിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്ന കാഴ്ച ഞാൻ കാണിച്ചു കൊടുത്തില്ല. എന്നെ കൊല്ലോള് ഇത് അവളും ഇത് അവളുടെ കൂട്ടുകാരിയും പിന്നെ അവളെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ കാണാൻ കുറെ കലാവിധത്തിന്റെ കൂടെ. അപ്പൊ ഇതിനിട്ടാ ആ ഡാവും അവിടെ ഇരുന്നിട്ട് ഫോണിൽ കളിക്കുന്നേ. വലിയ പൂരായിട്ട് സ്പെഷ്യലായിട്ട് എന്താ വിശേഷം? കുഴിമന്തി കഴിക്കണം. ഓക്കെ, ഫസ്റ്റ് കഴിയും പറഞ്ഞ കുഴിമന്തിയാണ്. കുഴിമന്തി സ്പെഷ്യൽ സെറ്റല്ലേ? സെറ്റ് കഴിക്കാൻ പോവാണ്. അത് നമ്മൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോകണ്ട. രാവിലെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. തരീച്ച മതി, ആവശ്യത്തിന് എടുക്കല്ലേ? സെറ്റല്ലേ? മെമ്മറിയില്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പടയ്ക്കാൻ വേണ്ടി പോയിട്ട് മയോണൈസ് ചിലപ്പോ നല്ല കിഞ്ചി ഗൈസ്. നീ കഴിച്ചിട്ട് വരണ്ട. കഴിക്കുന്ന ഇടയിൽ ക്യാമറ ഒന്നും പിടിച്ച് എനിക്ക് ഇഷ്ടമില്ല.
സുരക്ഷയുടെ ഭാഗമായി ഇവിടെ എത്തുന്ന പോലീസ് ഓഫീസേഴ്സ് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തർക്കും പറഞ്ഞുകൊണ്ട് അതിൻ്റെ സന്ദേശിതം ഇവിടെ നമുക്ക് തിരിച്ചു നൽകാം. ഭക്തജനങ്ങൾ